കുട്ടികൾക്കും മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിഫറൻസിയേഷനിലെ ഒരു മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകളാണ്. വലിയ ടഫും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്ര ഈസി അല്ല, നല്ല കോൺസെപ്റ്റൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഇങ്ങനത്തേത് എക്സാമിന് ഉറപ്പായിട്ടുള്ളതാണ്. ഇത് മിക്കവാറും വരുന്നത് കീം എക്സാമിന്, അതുപോലെ NDA, അതുപോലെ ക്യുസാറ്റ്, ഇങ്ങനെയുള്ള എക്സാംസുകൾക്കാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസുകൾ അങ്ങോട്ട് പഠിച്ചോണം. എക്സാമിന് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെ അകത്തുനിന്നും ഉറപ്പായിട്ട് കിട്ടുന്ന ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ JEE ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല, ഇതിലൊക്കെ ഏറെ മാറിയുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും ഡിഫറൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. അതിനുവേണ്ടി മാത്രമായിട്ട് പഠിച്ചെങ്കിൽ അതെന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ മറ്റുള്ള അങ്ങനെയല്ല, എല്ലാം ഏകദേശം സിമിലർ റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനോട് കയറാം. അടിപൊളിയായിട്ട് പഠിക്കണം. മാക്സിമം നല്ലതുപോലെ പഠിച്ചെങ്കിൽ NDA ആണെങ്കിലും കീം ആണെങ്കിലും എല്ലാം കിട്ടത്തുള്ളൂ. ഓക്കെ, അല്ല നമ്മൾ ചെറിയ രീതിയിൽ കൂടെ പഠിച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും, പക്ഷെ നമുക്കൊരു പ്രയോജനം ഇല്ലാതാവും. അന്നേരം നമ്മൾ ഇച്ചിടൊക്കെ പഠിക്കണമെന്ന് എന്തിനാ നേരത്തെ പഠിച്ചേക്കണം. ഓക്കെ, y tan inverse a cos x minus b sin x by b cos x plus a sin x. ഇതൊരു പ്രത്യേക രീതിക്കുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇവിടെ കണ്ടു നിങ്ങൾ കാണുമ്പോൾ തന്നെ a cos x b sin x b cos x a sin x തിരിച്ചും മറിച്ചും മണ്ടയ്ക്ക് മൈനസ് താഴെ പ്ലസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ നമുക്ക് നേരത്തെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, പഠിച്ചു വെച്ചാൽ. പക്ഷെ അതല്ല വേണ്ടത്, ചെയ്യാൻ പഠിക്കണമല്ലോ. ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ കാര്യത്തിൽ കൂടെ നോക്കുന്നത്. ശ്രദ്ധിച്ചോണം. നമ്മൾ ആദ്യം ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടി, ആൻസർ ഇവിടെ കണ്ട് a by b b by a minus a by b minus 1. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിവൈഡ് ചെയ്യും. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന എല്ലാ ടേംസുകളെയും b cos x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്താണ് b cos x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നോക്കിക്കേ, that is y is equal to tan inverse. ഇതിനെയും 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 ആരും കൊണ്ടാ b cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ a cos x by b cos x എന്ന് വരും അല്ലേ. a cos x by b cos x നമ്മൾ cos x ക്യാൻസൽ ആക്കിക്കൊണ്ട് a by b ഫസ്റ്റ് ടൈം മൈനസ് b sin x നെ b cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ b ക്യാൻസൽ ആവും. sin x by cos x എന്തോ tan x, അത്രയേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കിക്കേ, b cos x പ്ലസ് a sin x ആണ്. b cos x പ്ലസ് a sin x. അപ്പോൾ ഇതിനെയും b cos x നെ b cos x കൊണ്ട് വരുമ്പോൾ 1 പ്ലസ് a sin x ബൈ b cos x. ആരും ക്യാൻസൽ ആകത്തില്ല. a sin x b cos x. അപ്പോൾ a ബൈ b വരും, sin ബൈ cos tan ആവും. അപ്പോൾ a ബൈ b tan x ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമാറ്റാണ് മോനെ. ടാൻ ഇൻവേഴ്സിനുള്ളിൽ ഇതാണ്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ. ഈ ഫോർമാറ്റിലാണോ എക്സ് മൈനസ് വൈ എ ബൈ 1 പ്ലസ് എക്സ് വൈ. അങ്ങനെയാണെങ്കിൽ കണ്ടോ, എ ബൈ ബി മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് എ ബൈ ബി ഇൻറ്റു ടാൻ എക്സ്. ഇവിടുത്തെ എക്സിൻ്റെ സ്ഥാനത്ത് എ ബൈ ബിയും വൈയുടെ സ്ഥാനത്ത് ടാൻ എക്സും ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് നമുക്ക് രണ്ടാക്കാം, മുറിക്കാം. ഈ ഫോർമുലയിലാണെങ്കിൽ ഈ ഫോർമുല ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നോക്കിക്കേ, ഇയാൾ എക്സും ഇയാൾ വൈയും ആയിട്ട് കിടക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് എക്സ്, ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ ആരാണ് എ ബൈ ബി, മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഉണ്ടല്ലോ, ഈ വൈയുടെ പ്ലേസിൽ ഇവിടെ കിടക്കുന്നത് ടാൻ എക്സ് ആണ്. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ രണ്ടാക്കി മാറ്റാം. ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ ബൈ ബി മൈനസ് ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ്. സന്തോഷം, രണ്ടുകൂടെ വീട്ടിൽ പോയി എക്സ് എന്ന് മാത്രം കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡി വൈ ബൈ ഡി എക്സ് എത്ര മോനെ? വാട്ട് ഈസ് ഡി വൈ ബൈ ഡി? ഇത് 0 ആയി, മൈനസ് എക്സിൻ്റെ -1. ഫൈനൽ ആൻസർ ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു -1. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതൊരു നല്ല അടിപൊളി ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ്, നമ്മുടെ ഈ ചോദ്യവും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ പ്രോബ്ലം കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇത് വളരെ ഫാസ്റ്റ് ചെയ്യണം. അല്ല സ്ലോയിലല്ല, വളരെ വളരെ ഫാസ്റ്റ് ആയിരിക്കണം, മുന്നിലായിരിക്കണം. y is equal to log of root of tan x then dy by dx equal to at x equal to pi by 4. മിക്കവാറും ഇങ്ങനത്തെ ക്വസ്റ്റൻസുകളിലെല്ലാം x ഈക്വൽ ടു y ഈക്വൽ ടു എന്നൊക്കെയുള്ള ഒരു പ്രത്യേകതയും കൂടെ കാണും. അതൊക്കെ ആൻസർ നമുക്ക് ന്യൂമറിക്കലിലോട്ട് മാറി, ഇങ്ങനെ കണ്ടോ നമ്പറുകളിലോട്ട് അങ്ങ് മാറിക്കോളും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് y is equal to log of root of tan x. നമുക്ക് എന്തായാലും ഡിവൈഡ്സ് വേണം അല്ലേ എന്ന് പറഞ്ഞാൽ ഇയാൾ ഡെറിവേറ്റീവ് എടുക്കണം. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ നോക്കിക്കേ, ക്വസ്റ്റ്യൻ ലോഗ് റൂട്ട് ടാൻ എക്സ്. എളുപ്പം, ലോഗ് റൂട്ട് ടാൻ എക്സ്. ലോഗിനുള്ളിൽ റൂട്ട് വന്നാൽ പുറത്തോട്ട് 1/2 എഴുതിയാൽ മതി, പിന്നെ റൂട്ട് അകത്ത് എഴുതണ്ട. ഓക്കെ,
ദാറ്റ് മീൻസ് y ഈസ് ഈക്വൽ ടു 1/2 log ഓഫ് tan x. അത്രയേ ഉള്ളൂ മോനെ, വേറെ കാര്യമില്ല. റൂട്ട് പോയി, ഫ്രീ ആയി. ഇനി നമുക്ക് ധൈര്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. log tan x വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, then dy by dx. dy by dx is equal to 1/2 into what is the derivative of log x 1/x log tan x 1/tan x into sec square x. ഓക്കെ, log tan x ൻ്റെ 1/tan x ആദ്യം ഇൻറ്റു tan x ൻ്റെ sec square x അത്രയുടെ ഡെറിവേറ്റീവ്. അപ്പോൾ 1/2 into 1/tan x into sec square x കണ്ടോ, തീർന്നു. ഈ റൂട്ട് ഇതിനെ കളയാതെ ചെയ്തു വന്നാലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, എന്ത് ടഫായിരിക്കും അല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾ അതാണ് തോന്നുന്നുണ്ട്, ഓ റൂട്ടിനെ കളയണം, അവിടെയാണ് അത് തോന്നണം. ലോഗിനുള്ളിലൊക്കെ റൂട്ടിനെ തരുന്നതേ ആ ലോഗും റൂട്ടും തമ്മിലൊക്കെയുള്ള ബന്ധം ഒന്ന് മനസ്സിലാക്കാനാണ്. ഇനി ഈ എക്സ് കാണുന്നിടത്തെല്ലാം നിങ്ങൾക്ക് ആരെ കൊടുക്കാൻ മോനെ? π/4. π/4. അപ്പോൾ ആൻസർ എങ്ങനെയാണ് വരും നോക്കിക്കേ. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 1/1. എങ്ങനെ 1/1? tan π/4 is 1 ഇൻറ്റു sec സ്ക്വയർ π/4. π/4 എത്ര മോനെ? 45. sec 45. sec സ്ക്വയർ 45 വേണം. അപ്പോൾ tan cos 45. what is cos 45? 1/√2. അപ്പോൾ sec 45 to √2/1 √2. അപ്പോൾ sec സ്ക്വയർ π/4 √2 the whole square. that's all. അത്രയായി. that is equal to 1/2 ഇൻറ്റു 1 ഇൻറ്റു 2 √2 സ്ക്വയർ. 2 ഇൻറ്റു ഇൻറ്റു വെട്ടിപ്പോയി 1. ആൻസർ തീർന്നു. അപ്പോൾ ക്ലിയർ ആയല്ലോ? അടിപൊളി ചോദ്യമായിരുന്നു. നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം സൂപ്പർ ക്വസ്റ്റൻ ആണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇഫ് √x പ്ലസ് √y ഈസ് ഈക്വൽ ടു 2 ദെൻ dy by dx അറ്റ് y ഈസ് ഈക്വൽ ടു 1. സാധാരണ എക്സ് അല്ലയോ, ഇവിടെ y ആ. ഒരു പ്രശ്നമില്ല ചെയ്തെടുക്കാൻ. ഓക്കെ, ഇപ്പോൾ √x പ്ലസ് √y ഈസ് ഈക്വൽ ടു 2 നമുക്ക് അങ്ങോട്ട് തുടങ്ങാൻ അല്ലേ? ഇത് ഏത് ടൈപ്പ് ഇക്വേഷൻ വരും? √x പ്ലസ് √y ടു അവിടുന്ന് ഡീവിയേഷനെ കണ്ടുപിടിക്കാൻ നമ്മൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ട്, പല ടൈപ്പ് പഠിച്ചിട്ടുണ്ട് ഇല്ലയോ? ലോഗരിതമിക് ഉണ്ട്, പരാമെട്രിക് ഉണ്ട്, ഇംപ്ലിസിറ്റ് ഉണ്ട്. ഇംപ്ലിസിറ്റ് ആണിത്. ഓക്കെ, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിഫറൻഷിയേറ്റിംഗ് എന്നിങ്ങോട്ട് എഴുതണം. ഓക്കെ, ഡിഫറൻഷിയേറ്റിംഗ് എഴുതുമ്പോൾ വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് √x? 1/2 √x. ഓക്കെ, 1/2 √x. √y 1/2 √y ഇൻറ്റു dy by dx. 2ന് ഡെറിവേറ്റീവ് എത്രയായി? 0. ഓക്കെ, ഇപ്പോൾ ഡെറിവേറ്റീവ് എടുത്തു. √x-ൻ്റേത് 1/2 √x, √y 1/2 √y ഇൻറ്റു dy by dx ഈസ് ഈക്വൽ ടു 2ൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി നമ്മുടെ y ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ y-ക്ക് എല്ലാം 1 കൊടുക്കണം. അപ്പോൾ x-ന് എന്താ കൊടുക്കും? x-നും കൊടുക്കാം. ഈ ഇക്വേഷനിലോട്ട് നമ്മൾ y-ക്ക് 1 എന്ന് വന്നാൽ √x പ്ലസ് √1 ഈസ് ഈക്വൽ ടു 2. ശരിയല്ലയോ? ഈ y-ക്ക് അങ്ങോട്ട് 1 കൊടുക്കുന്നു അല്ല. ഇപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും. വേറെ ചോദ്യം അപ്പം കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് എന്ന് ക്ലിയർ ആവും. ദാറ്റ് ഈസ് √x പ്ലസ് √1 ഈക്വൽ ടു ഓർ √x ഈക്വൽ ടു 2 - 1 ഓർ √x 1 ആണെങ്കിൽ വാട്ട് ഈസ് x? 1 √1 കേട്ടോ. അല്ലെങ്കിൽ സ്ക്വയർ നടത്തിയാൽ √x ഈക്വൽ ടു 1 ആണെങ്കിൽ സ്ക്വയർ നടത്തുമ്പോൾ √x ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 1 സ്ക്വയർ. x ഈസ് ഓൾസോ 1. ഓക്കെ, അപ്പോൾ y 1 ആവുന്ന സമയത്ത് എക്സിൻ്റെ പ്ലേസിൽ എത്ര ആയിരിക്കും? 1. ശരിയല്ലയോ? ഇവിടെയും 1 ഇവിടെയും 1 വരുമ്പോൾ √1 പ്ലസ് √1 2 അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സിനെല്ലാം 1 കൊടുക്കുമ്പോൾ 1/2 റൂട്ട് ഓഫ് എക്സ്. എക്സ് 1 ആണെങ്കിൽ √1 1 ആണ്. അപ്പോൾ അത് ഇട്ടാൽ മതി. ഇവിടെയും 2 വരും കേട്ടോ. √y 1 ആണ്. ഓക്കെ, ഇൻറ്റു dy by dx ഈസ് ഈക്വൽ ടു 0. അവിടുന്ന് 1/2 ഇൻറ്റു dy by dx ഈസ് ഈക്വൽ ടു ഈ പ്ലസ് 1/2 അപ്പുറത്ത് വരുമ്പോൾ -1/2ൻ്റെ 2 അങ്ങോട്ട് വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ dy by dx -1. ക്ലിയർ ആണല്ലോ? തീർന്നു. ഓക്കെ, നല്ല ചോദ്യങ്ങളാണ്. അപ്പം ഇങ്ങനെ വേണം ഇവനെയൊക്കെ പഠിച്ചെടുക്കാൻ. അടിപൊളിയായിട്ട് ജെഇ അല്ല സൂപ്പറായിട്ടുള്ള ഏത് എൻട്രൻസിനും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ജെഇ ആകുമ്പോൾ ഇച്ചിരി ടഫാണ്. ഇങ്ങനെ അങ്ങ് തീരത്തൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഈ ബോർഡ് ചിലപ്പോൾ നിറഞ്ഞെന്നിരിക്കും. അത്രയ്ക്ക് ടഫാണ്. അതൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ വന്നുകൊണ്ടേയിരിക്കും. മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്ത് മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യാൻ മടിക്കാതെ ആ വർക്കുകളൊക്കെ കൊണ്ട് ചെയ്യുക. ക്ലാസ്സുകൾ വരും. പിന്നെ നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്താൽ അടിപൊളിയായിട്ടുള്ള ഫുൾ ക്ലാസ്സുകൾ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏത് എൻട്രൻസിനെയും ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ വഴികളും ആകും. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹകരിക്കുക. ഗുഡ് ബൈ.